യഹൂദന്മാർക്ക് ആരാധനാ വിലക്കുള്ള സ്ഥലമാണ് ടെമ്പിൾ മൗണ്ട്. അൽഹക്സ മസ്ജിദ് അവിടെയാണ്. അവിടെ ജോർദാൻ്റെ കയ്യിലായിരുന്നു ഈ ടെമ്പിൾ മൗണ്ട്. യുദ്ധത്തിൽ ഇസ്രയേൽ പിടിച്ചെടുത്തു. എങ്കിൽ പോലും ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ മസ്ജിദിലെ കാര്യങ്ങൾ ജോർദാൻ നിയമിക്കുന്ന ഒരു സംഘത്തിൻ്റെ കയ്യിലാണ്. അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, സുരക്ഷ ഇസ്രയേലിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ അടുത്തിടെ വലിയ വിവാദം ഉണ്ടായത് ഇസ്രയേൽ മന്ത്രി ബെൻ ഗീവർ അവിടെ പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാൻ അവിടെ പ്രാർത്ഥിച്ചു, ഇസ്രയേലിൻ്റെ വിജയത്തിന് വേണ്ടിയും ഇസ്രയേൽ പട്ടാളക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. അത് സൗദി അറേബ്യയ്ക്ക് ഞെട്ടലുണ്ടാക്കി. ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം പ്രതിഷേധിച്ചു, ജോർദാൻ പ്രതിഷേധിച്ചു. കാരണം ജൂതന്മാർക്ക് അവിടെ ആരാധനയ്ക്കുള്ള അവകാശമില്ല. ഒരു സ്റ്റാറ്റസ് കോ എഗ്രിമെൻ്റ് ഉണ്ട്. അതനുസരിച്ച് ജൂതന്മാർ പ്രാർത്ഥിക്കാൻ പാടില്ല. ലോകത്ത് ക്രൈസ്തവർക്കും ജൂതന്മാർക്കും മുസ്ലിമുകൾക്കും ഒരേപോലെ പ്രാധാന്യമുള്ള സ്ഥലമാണ് അവിടെ നിന്നാണ് നബി ബുറാക്കിൽ കയറി സ്വർഗത്തിലേക്ക് പോയതെന്ന് പറയുന്നു. ക്രിസ്തീയ വിശ്വാസപ്രകാരവും ജൂതവിശ്വാസപ്രകാരം വളരെ പവിത്രമായ സ്ഥലമാണ്, വിശുദ്ധ സ്ഥലമാണ് അത്. അവിടെ ദാവീദിൻ്റെ കാലത്തുണ്ടായിരുന്ന പൗരാണികമായ 2 ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. അത് തകർത്തിട്ടാണ് അൽ ഹക്സ മോസ്ക് ഉണ്ടായത്. നമ്മുടെ ബാബറി മസ്ജിദ് ഉണ്ടായതുപോലെ ജൂതന്മാരുടെ ക്ഷേത്രം തകർത്തിട്ട്, രാമക്ഷേത്രം തകർത്തതുപോലെ ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ടാക്കിയ സ്ഥലമാണ് അൽ ഹക്സ മോസ്ക് എന്നാണ് ജൂതന്മാർ വിശ്വസിക്കുന്നത്. ഇനി അവസാന നാളിൽ മിശിക വരുമ്പോൾ 3ാമത്തെ ജൂതക്ഷേത്രം ഇപ്പോൾ ഉള്ള നിർമ്മിതി പൊളിച്ചു കളഞ്ഞ ജൂതക്ഷേത്രം അവിടെ നിർമ്മിക്കും. ബാബറി മസ്ജിദ് പോലെ ഈ അൽ ഹക്സ മസ്ജിദ് പൊളിച്ചു കളഞ്ഞ് 3ാമത്തെ ക്ഷേത്രം നിർമ്മിക്കപ്പെടുമെന്നാണ് യഹൂദ വിശ്വാസം. ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഒരു നീക്കം ഇസ്രയേൽ നടത്തുന്നുണ്ടോ? അത് നടത്തുന്നതായിട്ട് വാർത്തകൾ വരാറുണ്ട്. ഇപ്പോൾ വാഫ ന്യൂസ് ഏജൻസി, ഇത് പലസ്തീൻ്റെ ഔദ്യോഗിക ന്യൂസ് ഏജൻസിയാണ്. അവർ റിപ്പോർട്ട് ചെയ്യുന്നത് മൊത്തത്തിൽ ഞാൻ എടുക്കാറില്ല, വരികൾക്കിടയിലൊക്കെ വായിക്കേണ്ടി വരുമല്ലോ. കാരണം അവർ ഇസ്രയേൽ എന്ന് പറയാറില്ല, അധിനിവേശ ശക്തി എന്ന് അവരെഴുതുമ്പോൾ പറയാറുള്ളൂ. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം ജെറുസലേമിൽ ആബ്സെൻറ്റി പ്രോപ്പർട്ടി ലോ പ്രഖ്യാപിച്ചു ഇസ്രയേലിൽ നിന്നാണ്. അപ്പോൾ പല കാരണങ്ങളും കൊണ്ടും അവിടെ നിന്ന് പലായനം ചെയ്യുന്നവരുണ്ടാവുമല്ലോ പലസ്തീൻകാർ, ഇതൊക്കെ കൈവശപ്പെടുത്തുക. നമ്മുടെ നാട്ടിലുണ്ട് എനിമി പ്രോപ്പർട്ടി ഉണ്ട്. ചൈനയിൽ നിന്നും ചൈനയിലേക്ക് പോയവരുടെയൊക്കെ എടുക്കുന്നത്. അതെ, അതിപ്പോൾ ഗവൺമെന്റ് കയ്യിലാണ് എനിമി പ്രോപ്പർട്ടി. അതെ, എനിമി പ്രോപ്പർട്ടിയെ ഞാനും ഉദ്ദേശിച്ചത്. അങ്ങനെ തന്നെ ഉള്ള പരിപാടിയാണ് ഈ ആബ്സെന്റി പ്രോപ്പർട്ടി. എന്നുള്ള വാക്കിന് ഓരോ ആബ്സെന്റി, ആളില്ലാത്ത വസ്തുക്കൾ. അതെ, ആബ്സെന്റി എന്നുള്ളത് സ്വാഭാവികമായിട്ട് സംഭവിക്കാം, അല്ലാതെയും സംഭവിക്കാം. ഒരാളെ ആബ്സെൻ്റ് ആക്കാമല്ലോ, അങ്ങനെയും സംഭവിക്കാം. അപ്പോൾ ഇവർ വാഫ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഹൂദിയ, വെസ്റ്റ് ബാങ്ക്, യഹൂദിയ എന്നാണല്ലോ പേര്, അതും കിഴക്കൻ ജെറുസലേമും ചേർത്താൽ, രണ്ടും അടുത്തടുത്താണല്ലോ, യുദ്ധത്തിൽ പിടിച്ചാണ് കിഴക്കൻ ജെറുസലേം, ഇത് രണ്ടും കൂടി ചേർത്ത് ഈ കൊല്ലം 53 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ഇസ്രയേൽ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് വാഫ ന്യൂസ് ഏജൻസി. 53 ചതുരശ്ര കിലോമീറ്റർ. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ പുതുതായിട്ട് ഈ ആബ്സെൻറ്റി 1950 മുതൽ ഈ നിയമമൊക്കെ നിലവിലുണ്ടെങ്കിലും ഇപ്പോൾ ജെറുസലേമിൽ ഇത് കർശനമായിട്ട് നടപ്പാക്കുന്നതായിട്ട് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ രാവിലെ ഇവർ പറയുന്നത് ജൂതന്മാർ അലക്സ മോസ്കിലേക്ക് ഇരച്ച് കയറി ജെറുസലേമിൽ. എന്നിട്ട് താൽമൂദിക് റിച്വൽസ്, അവിടെ താൽമൂദ് പ്രകാരമുള്ള റിച്വൽസ് ജൂതന്മാർ അവിടെ നടത്തി. അതായത് അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഇസ്രയേലും ജോർദാനും ഒക്കെ തമ്മിലുണ്ടാക്കിയ ഒരു കരാറാണ് സ്റ്റാറ്റസ് കോ എഗ്രിമെൻറ്റ്. അത് ലംഘിക്കപ്പെട്ടു. ആദ്യം ബെൻ ഗീവർ പോയി, ഒരു മന്ത്രി പോയി ലംഘിച്ചു. പിന്നീടിപ്പോൾ ജൂതന്മാർ കയറി ആ വ്യവസ്ഥ ലംഘിച്ചു, അവിടെ പ്രാർത്ഥന നടത്തി. ഇത് സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊന്ന് സംസാരിച്ചപ്പോൾ സുനിൽ പറഞ്ഞില്ലേ, ഈ ബെൻ ഗീവർ പോയ ശേഷം നെതന്യാഹു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്ന. നെതന്യാഹു അല്ല പറഞ്ഞ PMO, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസാണ് പറഞ്ഞത്. വ്യത്യാസമുണ്ട്. നെതന്യാഹു പറയുന്നതും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറയുന്നതും വ്യത്യാസം. അത് വ്യത്യാസമുണ്ട്. അത് പ്രഭാവർമ്മ പറയുന്നതും പിണറായി പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം അതുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പോലീസ് സാന്നിധ്യം ഉണ്ടായിരുന്നു ഇവർക്ക്, ഈ ജൂതന്മാർക്ക് ഇരിച്ച് കയറാൻ.
മുഗ്രാബി ഗേറ്റ് വഴിയാണ് ഇവർ 10 ഗേറ്റുകളുണ്ട് അവിടെ. അതെ, 10 ഗേറ്റുകളിൽ 11 ഗേറ്റുകളുണ്ട്. 10 ഗേറ്റുകളും മുസ്ലിമുകൾക്കും ഒരെണ്ണം ജൂതന്മാർക്ക് കയറാനുള്ളതാണ്. ജൂതന്മാർക്കും ക്രൈസ്തവർക്കും. മുഗ്രാബി ഗേറ്റ് വഴി സംഘമായിട്ട് ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് ഇവർ കയറി. എന്നിട്ട് അതിൻ്റെ അകത്ത് കയറിയിട്ട് താൽമൂദിക് റിച്വൽസ് നടത്തി. റബ്ബി ഇസ്രായേൽ ഷലിസ്ത് എന്ന് പറഞ്ഞ ആള് ഈ സംഘത്തിനെ നയിച്ചുകൊണ്ടുണ്ടായിരുന്നു. റബ്ബി എന്ന് പറഞ്ഞ ജൂത പുരോഹിതൻ പുരോഹിതൻ ഉൾപ്പെടെയാണ് ചെയ്യുന്നത്. അതെ, അപ്പൊ അത് വലിയ വാർത്തയാണ്. അതെ, വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സംഭവമാണ് നടന്നിരിക്കുന്നത് ഇന്നലെ രാവിലെ. അപ്പൊ അതിന്റെ പൈലറ്റ് എപ്പിസോഡ് ആയിരുന്നു ബെൻഗീവർ പോയത്. ഉദ്ദേശിച്ചിട്ട് തന്നെയാണല്ലോ ഒരു മന്ത്രി പോകുന്നത്. മന്ത്രി പോയി പ്രാർത്ഥിച്ചു എന്ന് പരസ്യമായി പറഞ്ഞു. അപ്പോ അലക്സ് ചില ആളുകൾ പ്രെയർ ബോക്സ് തലയിൽ ചുമന്നിട്ട് നമ്മൾ ഇരുമുടിക്കിട്ടൊക്കെ ചുമക്കുന്ന പോലെ ഇതും ആചാരത്തിൻ്റെ ഭാഗമാണ്. അവരുടെ സനാതനധർമ്മമാണത്. ആ പ്രെയർ ബോക്സ് തലയിൽ വെച്ചിട്ടാണ് ഈ ചില ഭക്തന്മാർ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചത്. അലക്സയിലേക്ക് പലസ്തീൻകാർ ഒരാളെയും കയറ്റിയില്ല. ഇവരിങ്ങനെ എല്ലാവരെയും തടഞ്ഞു. ഈ ഹൽക്ക ഒഴിവ് ദിവസം ആയിരുന്നു കിഴക്ക്. ഈ ബാബ് അൽ റഹ്മ പ്രാർത്ഥനാ മേഖലയിൽ മറ്റേ ബെൻഗീവർ കയറിയത്. ആ ഹൽക്ക ഒരു ദിവസമാണ് അദ്ദേഹം ആളുകളെയൊക്കെ കൊണ്ട് കയറിയത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവവും ഇന്നലെ നടന്നിട്ടുണ്ട് അവിടെ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ അലക്സെ ടെമ്പിൾ മൗണ്ട് ഞാൻ മുമ്പ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് 4 നൂറ്റാണ്ട് മുമ്പ് ഒരു ലേഖനം എഴുതിയപ്പോൾ അന്ന് അയോധ്യക്ക് ഇവിടെ മുറുകി നിൽക്കുമ്പോൾ ഞാൻ എഴുതിയൊരു ലേഖനത്തിൽ 1000 അയോധ്യകൾ ഈ അലക്സയിൽ നിലനിൽക്കുന്നു എന്ന് എഴുതിയതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം അന്ന് വെയിലിംഗ് വാളിൽ നിന്ന് നമുക്ക് ടെമ്പിൾ മൗണ്ടിലേക്ക് പോയില്ല. ഞാൻ ജസ്വന്ത് സിംഗിൻ്റെ കൂടെ പോകുമ്പോൾ ടെമ്പിൾ മൗണ്ട് ഈ കോൺട്രവേഴ്സിലാവുമെന്ന് വിചാരിച്ചിട്ട് ജസ്വന്ത് സിംഗ് സന്ദർശിക്കുന്നില്ല. നമ്മൾ വെയിലിംഗ് വാളിൽ നിന്ന് കാണുകയാണ് ടെമ്പിൾ മൗണ്ട്. അല്ല, ഈ പഴയ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ അവശേഷിക്കുന്ന ഭിത്തിയിൽ പിടിച്ചാണ് ജൂതന്മാർ പ്രാർത്ഥിക്കുന്നത്. അത് തന്നെ പ്രാർത്ഥിക്കുന്നത്. അതാണ് ഈ വെയിലിംഗ് വാളിലൊക്കെ ചെന്നിട്ട് പ്രാർത്ഥിക്കുന്നത്. നമ്മളും അവിടെ പോയുള്ളൂ. അവിടെ നിന്ന് ഈ ടെമ്പിൾ മൗണ്ട് കാണാമായിരുന്നു. അപ്പോൾ ഈ പലസ്തീൻകാർ ഇതിൻ്റെ അടിയിൽ പാർലമെന്റ് പണിയുന്നുണ്ട് എന്നൊക്കെ അന്ന് ആളുകൾ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇടിച്ചു പൊളിച്ച് കളയുമല്ലോ ഇവർ. ഇപ്പോഴും അവിടെ പല പണികളും ഇസ്രായേൽ നടത്തുന്നതായിട്ട് റിപ്പോർട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കാൻ പറ്റും. അവിടെ പോയിട്ട് വെക്കാം. ഇത് ശലോമോന്റെ കാലത്ത് ദാവീദിന്റെ പുത്രനാണല്ലോ. നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ഹെരോദോത്തസ് ആണ് പുതുക്കിപ്പെട്ടത്. അത് പിന്നീടാണ് മുസ്ലിം ശക്തികൾ തകർത്തിട്ട് ഈ പള്ളി ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമ്മളൊരു പൊതുവായിട്ടൊരു കാര്യം പറയാതെ തരമില്ല. പറയുന്നത് പലർക്കും ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ സത്യം പറയാതെ വയ്യല്ലോ. ലോകത്തെല്ലായിടത്തും നിലവിലുള്ള ക്ഷേത്രങ്ങളോ പള്ളികളോ തകർത്ത് അതിൻ്റെ മുകളിൽ മസ്ജിദ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പൊതുപ്രവണതയാണ്. അതെ, അതിൻ്റെ അവശിഷ്ടത്തിൻ്റെ മുകളിൽ വേണം എന്നൊരു വാശിയുണ്ട്. അത് ഇന്ത്യയിൽ മാത്രമല്ല, അയോധ്യയിൽ മാത്രമല്ല, സംബാലിൽ മാത്രമല്ല, കാശിയിൽ മാത്രമല്ല, യെരുശലേമിലും അത് തന്നെയാണ്. ആഗോളമായിട്ട് തന്നെ ആഗോള അജണ്ടയാണ്. അത് സിസ്റ്റമാണ് അവരുടെ. അത് ആ ഖിലാഫത്തിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ ഇവർ ഇതിൻ്റെ അകത്ത് പിന്നെ പറയുന്നുണ്ട് ജെറുസലേം ഗവർണറേറ്റ് എന്ന് പറഞ്ഞൊന്നുണ്ട്. അവർ ഷെയ്ഖ് ജറ ജബാൽ മുക്കബർ ഈ മേഖലയൊക്കെയാണ് ഇപ്പോൾ ഈ ആബ്സെൻറ്റി പ്രോപ്പർട്ടി ലോ നടപ്പാക്കി ഈ പലരുടെയും സ്ഥലങ്ങളൊക്കെ മറ്റേ പലസ്തീൻകാരുടെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അൽ ഖംബാർ മേഖല. പിന്നെ അബുദ്ദിസിലെ സെപ്പറേഷൻ വാൾ എന്ന് പറയുന്നത് ഈ യഹൂദിയെയും വെസ്റ്റ് ബാങ്കും യെറുസലേമും തമ്മിൽ വിഭജിക്കുന്ന വാളാണ്. ആ മേഖല മുഴുവൻ പിടിക്കുക, അതായത് യഹൂദിയും ജെറുസലേമും. പക്ഷേ ഈ അൽ അഖ്സ മോസ്ക് ഇസ്രയേൽ പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ അവരുടെ വിശ്വാസപ്രകാരം അത് പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ 3ാമത്തെ ക്ഷേത്രം നിർമ്മിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാരണം ലോകത്തിലെ മുസ്ലിം വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 മസ്ജിദുകളിലൊന്നാണ് അൽ അഖ്സ. അങ്ങനൊരു കാര്യമുണ്ട്. അതെ, അതുണ്ട്. അതുകൊണ്ടാണ് ഇത് അതിന് പ്രത്യേക നിയമവും ജോർദാന്റെ സംരക്ഷണയും ഇതൊക്കെ ഒരു രാജ്യാന്തര തലത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ പലസ്തീൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പറഞ്ഞു. മന്ത്രി ചെയ്തത് മന്ത്രിയും പറഞ്ഞാണല്ലോ. അതെ, മന്ത്രി പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് അവർ തന്നെ പറയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ജൂതന്മാർ പോയി റബ്ബിയുമായി പോയി പ്രാർത്ഥന നടത്തി എന്ന് പറഞ്ഞാൽ ഈ കരാർ ലംഘിച്ചു.
ആ ആഗോള കരാറും കൂടി, അതായത് ഇപ്പോൾ ഹമാസിനെ ഒതുക്കി, ഹിസ്ബുള്ളയെ ഒതുക്കി, ആ ഭാഗമൊക്കെ ശരിയാക്കി. ഇനി അതിൻ്റെ അകത്ത് ആഭ്യന്തരമായി നിൽക്കുന്ന ഒരു സംഘർഷ മേഖലയിലും കൂടി ഇടപെടുന്നു എന്നാണ് ഈ സംഭവ വികാസത്തിൽ നിന്നും മനസ്സിലാകുന്നത്. അപ്പോൾ ജെറുസലേമിൽ ജൂയിഷ് സെറ്റിൽമെൻറ്റ് വിസ്തൃതമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് ഈ പലസ്തീൻ വാർത്താ ഏജൻസി പറയുന്നുണ്ട്. സിൽവാൻ പ്രദേശം പിടിക്കുക, അതിൻ്റെ അകത്ത് അൽ ബുസ്താൻ, ബത്ന അൽ ഹവ, എയിൻ അൽ ലാവ്സ, ഇതൊക്കെ ഈ മേഖല മൊത്തം പിടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്നവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ രാജ്യത്തെ, ഇസ്രയേൽ രാജ്യത്തെ മുസ്ലിം വഖഫ് സ്വത്തുക്കൾ പിടിക്കുക. അതെ, ഇത് വഖഫാണ്, വഖഫ് പ്രകാരമാണ് ഈ അൽ അഖ്സ ഇപ്പോൾ ഭരിച്ചു. ഞാൻ വെറുതെ പറഞ്ഞല്ല, അവരുടെ റിപ്പോർട്ടിലുള്ളതാണ്. അവിടുത്തെ മുസ്ലിം വഖഫ് സ്വത്തുക്കൾ ഇസ്രയേൽ പിടിക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഞാനും സിനുവും കൂടെ സംസാരിച്ചപ്പോൾ ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ ബെൻഗീവർ അവിടെ പോയതിനെ കുറിച്ച് ചെയ്തപ്പോൾ നമ്മൾ പറയും ഇതുപോലെ വഖഫിലാണ് ഈ മോസ്കിൻ്റെ ഭരണ ചുമതല. അതും ആ മോസ്ക് എന്ന് പറയുന്നത് യഹൂദന്മാരുടെ പൗരാണിക ക്ഷേത്രങ്ങൾ, 2 ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ടായതാണത്, അതിൻ്റെ മുകളിലുണ്ടാക്കിയതാണ്. അതെ, ഏതായാലും യുദ്ധം കഴിഞ്ഞു എന്ന് പറയാറായിട്ടില്ല, പ്രധാനപ്പെട്ട യുദ്ധം വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? ഒരു പക്ഷേ ട്രംപ് വരുന്നതോടുകൂടി, ട്രംപാണ് യെരുശലേമിൽ കൊണ്ടുപോയി അമേരിക്കൻ എംബസി തുറന്നത്. അതെ, അതുകൂടെ നമ്മൾ ഓർക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ ലോകത്ത് വലിയ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.